ഈ സീസണിൽ പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നത് സീസണിൻ്റെ അവസാന ഘട്ടത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സീസണിൻ്റെ ആദ്യ പാദം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് പൂർത്തിയാക്കിയത്. എന്നാൽ രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് തിളങ്ങാനായില്ല. നമുക്കറിയാം, ലൂണ, ക്വാമെ പെപ്ര ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾക്കെല്ലാം പരിക്കേറ്റത് വലിയ തിരിച്ചടി തന്നെ നൽകി. മാത്രവുമല്ല, പഞ്ചാബ് FC, നോർത്ത് ഈസ്റ്റ് തുടങ്ങിയ ചെറിയ ചെറിയ ടീമുകൾക്കെതിരെ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും ചെയ്തു. അതും കൊച്ചിയിൽ വെച്ചാണ് പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആരാധകരെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ അവസാനിച്ചുവെങ്കിലും ഇപ്പോഴും ISL മത്സരങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും ഫൈനൽ പോരാട്ടങ്ങൾ ബാക്കിയാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് ഡിഫൻഡറെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചിന്റെ അവസാന സീസണാണ് ഇക്കഴിഞ്ഞത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമുക്കറിയാം, അദ്ദേഹം ക്ലബ്ബ് വിടാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എങ്കിലും ഇപ്പോഴും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ പൊതുവായൊരു അഭിപ്രായം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഒരു പക്കാ ഫേക്ക് ന്യൂസ് എന്ന് തന്നെ പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ ടീമിലെത്തിക്കാനായിട്ട്, വിദേശ ഡിഫൻഡറെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു പക്കാ ഫേക്ക് ന്യൂസ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ആയിട്ടും റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല.